ആദ്യം കേരളം പിന്നാക്കമാണ് എന്ന് പ്രഖ്യാപിക്കൂ, എങ്കിൽ ബജറ്റിൽ തുക വകയിരുത്താം എന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ്റെയും ആദ്യം ഇവിടെ തന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കൂ, ബാക്കി കാര്യം പിന്നെ നോക്കാമെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെയും പ്രസ്താവനകൾക്കും പരാമർശങ്ങൾക്കുമെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരിക്കുന്നു. രാഷ്ട്രീയ ഭിന്നതയുടെ പേരിൽ കേന്ദ്രം പകപോക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന് അർഹതയുള്ളത് കേന്ദ്ര ബജറ്റിൽ നൽകിയില്ല എന്നും നാടിനെ ബാധിക്കുന്ന വിഷയത്തിൽ ഒന്നിച്ച് പ്രതിഷേധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ മുഖ്യമന്ത്രി അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. സംസ്ഥാനത്ത് ജീവിച്ച് സംസ്ഥാനത്തിൻ്റെ ഭാഗമാകേണ്ടവർ വികടന്യായങ്ങൾ പറയുകയാണ് എന്നും അവരോട് പരിതപിക്കുകയല്ലാതെ എന്ത് പറയാനാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ CPIM ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇങ്ങനെ കേരളം നേരിടുന്ന തനതായ പ്രശ്നങ്ങളുണ്ട്. ആ തനതായ പ്രശ്നങ്ങളുടെ മേലെയാണ് കേരളത്തിന് ആവശ്യമായ സഹായത്തിനായി ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതിനോടാണ് മുഖംതിരിച്ചു നിൽക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിച്ചത്. ഇവിടെ അതിന് മറ്റ് ന്യായങ്ങൾ പറയുകയാണ്. കേരളത്തിന് എന്ത് വകയാണ് അങ്ങനെയൊരു സഹായം നൽകേണ്ടത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ചോദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അവരോട് പരിതപിക്കൽ മാത്രമേ മാർഗമുള്ളൂ. നമ്മുടെ സംസ്ഥാനത്ത് ജീവിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള വികട ന്യായങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറയുക?